ഹലോ നമസ്കാരം. വെൻഡി ആൻഡ് ലൂസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സിനിമയാണ്, ഒരു അമേരിക്കൻ സിനിമയാണ്. 2008 ഇറങ്ങിയത്. കെല്ലി റെയ്ക്ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവരാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ മിഷേൽ വില്യംസാണ് അഭിനയിക്കുന്നത്. ഈ സിനിമ ഞാനൊരു സിനിമ കാണുന്ന സമയത്ത് പലപ്പോഴും ഇപ്പം ആ സിനിമ ചില കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ആ ഡയറക്ടറെ സിനിമ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ വിക്കിപീഡിയ പോയിട്ട് ആ ഡയറക്ടറിനെ പറ്റിയിട്ട് ചിലത് മനസ്സിലാക്കാൻ നോക്കും. ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയുടെ കൂടെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സ്റ്റോറീസും ചില തീമുകളൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കെല്ലി റെയ്ക്ഹാർട്ടിൻ്റെ സിനിമകളൊക്കെ മിനിമലിസ്റ്റിക് സിനിമകളാണെന്നാണ് പറയുന്നത്. മിനിമലിസ്റ്റ് സിനിമകളാണ് എന്ന് മാത്രമല്ല, അത് റൂറൽ കമ്മ്യൂണിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ് ജനറലി ഉള്ളത്. ഞാൻ വേറൊരു സിനിമയും കണ്ടിട്ടില്ല. ഞാൻ ഈ ഫസ്റ്റ് സിനിമയാണ് വെൻഡി ആൻഡ് ലൂസി കെല്ലി റെയ്ക്ഹാർട്ടിൻ്റെ കാണുന്നത്. മാത്രമല്ല ഒരു ഓറിഗൺ ബേസ് ചെയ്തിട്ട് സിനിമകൾ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മിഷേൽ വില്യംസ് അക്കാഡമി നോമിനേഷനൊക്കെ കിട്ടിയിട്ടുള്ള ആക്ട്രസ്സാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം മിഷേൽ വില്യംസ് ഓൾസോ വർക്ക്സ് വിത്ത് എ ലോട്ട് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സിനിമകളുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മിഷേൽ വില്യംസിൻ്റെ ഒരു പെൺകുട്ടി ഇൻ 20s പ്രോബ്ലി കാറിൽ ഒരു നായയുണ്ട്. അങ്ങനെ അലാസ്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഓറിഗണിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അധികം പൈസയൊന്നുമില്ല, അലാസ്കയിൽ എത്തണം. കാരണം അലാസ്കയിൽ ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ അങ്ങനെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അലാസ്കയിൽ പോകാം, ബാക്കി സ്ഥലത്തൊന്നും ജോലിയില്ല. അങ്ങനെ ഓറിഗണിൽ വെച്ചിട്ട് അവിടുന്ന് അലാസ്കയിലേക്ക് പോകുന്ന സമയത്ത് നായ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നായയെ തിരയുന്നത്, അപ്പോൾ ഒരു പെറ്റുമായിട്ടുള്ളൊരു കണക്ഷൻ. അതേസമയം ജീവിതത്തിൽ മുന്നോട്ട് എന്ത് എന്ന് അറിയുന്നില്ല. നായയെ കണ്ടെത്തിയ നായയെ സ്വന്തം തന്നെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല, നായയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ധാരാളം ആൾക്കാർ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റാണ്ട് വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോയി അവിടെ ജോലി കിട്ടുന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ റിസഷൻ നടക്കുന്ന സമയത്ത്, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഡൗൺ ആയി, റിസഷൻ, ജോലിയൊക്കെ നഷ്ടപ്പെടുന്ന സമയത്തൊക്കെ ആൾക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരും. ഇങ്ങനത്തെ കാര്യങ്ങളും ചിലപ്പം കമേഴ്ഷ്യൽ സിനിമകളിൽ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം സിനിമകളിൽ ഈ കഥകളെ ചിലപ്പം അതിൻ്റെ ആ ഒരു മിനിമൽ സട്ടിൽ രീതിയിൽ ചിലപ്പം കാണിക്കുന്നുണ്ടാവില്ല. കാരണം എല്ലാം പൊടിപ്പും തൊങ്ങലും ബഹളവും വലിയ വലിയ രീതിയിൽ വലിയ ക്യാൻവാസിലാണല്ലോ. ഇങ്ങനെ ചെറിയ ക്യാൻവാസിൽ മാത്രമേ ഈ നമ്മളുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്ന വലിയ വലിയ ചില പ്രശ്നങ്ങളും ചില തീമുകളൊക്കെ ശരിക്കും കാണിക്കണമെന്നൊരു ഈ ചെറിയ ചെറിയ സിനിമകൾ വേണം. ആൻഡ് ഞാൻ മൂവിയിൽ നിന്നാണ് സിനിമ കണ്ടത്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കെല്ലി റെയ്ക്ഹാർട്ടിൻ്റെ വേറെയും 2-3 സിനിമകൾ മൂവിയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. ഞാൻ ഈ ചാനലിൽ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ചില സമയത്ത് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട്. കാരണം നമ്മൾ സിനിമ കാണുമ്പോൾ ആ സിനിമയെക്കുറിച്ച് ഷെയർ ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. മാത്രമല്ല ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് തിയേറ്ററിൽ ഇറങ്ങിയിട്ടുള്ള വലിയ വലിയ സിനിമകളെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് കൂടുതൽ വ്യൂസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ ചില സിനിമകളെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അധികം വ്യൂസ് ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു സിനിമയുടെ റിവ്യൂ കണ്ടിട്ട് ഈ സിനിമ ആൾക്കാർ പോയി കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് വെയർ എന്താണ് നമുക്കൊക്കെ സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് സിനിമ കണ്ടു ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. എനിക്കിഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളുന്നില്ല. സ്ലോ മൂവി എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വേണമെങ്കിൽ ഈ സിനിമേനെ വയ്ക്കാൻ പറ്റും. സ്ലോ മൂവി, മിനിമലിസ്റ്റ്. ആകെ എനിക്ക് തോന്നുന്നൊരു മെയിൻ ക്യാരക്ടറേ ഉള്ളൂ ശരിക്ക്, മിഷേൽ വില്യംസ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ചില ക്യാരക്ടേഴ്സ് ഉണ്ട്, മേ ബി ഒരു 3 or 4 ക്യാരക്ടേഴ്സ്. ഫോൺ കോളിൽ ഒരു ക്യാരക്ടർ, അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ, വളരെ നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ക്യാരക്ടേഴ്സും ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ചില ആൾക്കാർ, വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ, പിന്നെ വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ. ഫാസ്റ്റ് ആവണം എന്നില്ല, സ്ലോ ആയിട്ട് തന്നെ. ചിലപ്പോൾ ശരിയാണ്, ഫാസ്റ്റ് സിനിമകൾ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ പറയും ഇത് എന്തൊരു സ്ലോ ആണ്, ഡ്രാഗിങ് ആണ് എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നാൻ മതി. പക്ഷേ ഐ തിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്.
വെൻഡി ആൻഡ് ലൂസി, കെല്ലി റെയ്ഹാർട്ടിൻ്റെ 2008 ഇറങ്ങിയതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ കാണുന്ന സിനിമകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് ഈ ചാനൽ വെച്ചിട്ടുള്ളത്. അപ്പം അടുത്ത സിനിമയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.